ഈ വയനാടൻ കുന്നിൻ ചെരുവിൽ ഇരുന്നു കൊണ്ട് ഈ പൂവിൻ്റെ മണം ആസ്വദിക്കുമ്പോൾ എന്തൊരു സുഖ അല്ലേ. ഇതുപോലൊരു സുഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉള്ളത്. പക്ഷെ നമ്മൾ ചില ദുശ്ശീലങ്ങൾ, നമ്മുടെ ചില ചിന്താശീലങ്ങൾ, അത് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു പോകണം ഓരോ ദിവസവും. നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഓവർ തിങ്കിങ്, വല്ലാതെ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടുക. ചിലപ്പോൾ ചെറിയൊരു സാഹചര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ചിന്തകൾ ഇങ്ങനെ കുന്നുകൂടി അതിനനുസരിച്ച് ഒരുപാട് എമോഷൻസ് ഉണ്ടായി അവസാനം നമ്മൾ ഒരു ദിവസത്തെ ജീവിതം അങ്ങോട്ട് അസ്വസ്ഥമാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യുക. എന്നിട്ട് ആ ചിന്തകളെ നമ്മളിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടൊന്ന് കാണുക. ഇപ്പം ഞാനിതാ കണ്ടോ, ഇവിടെ ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവുകളും ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്, മനസ്സിലായോ. പക്ഷേ ഈ കുന്നിൻ ചെരുവ് ഞാനാണോ? അല്ലല്ലോ. ഇതുപോലെ നമ്മൾ അനങ്ങുന്ന ഈ ഓവർ ചിന്തകളെല്ലാം ഇത് നമ്മൾ ഡിറ്റാച്ച് ആയിട്ട് നമ്മൾ ഈ കുന്നിൻ ചെരുവുകളെ പോലെ, ഈ പൂക്കളെ പോലെ ഇത് നമ്മുടെ ചുറ്റും നിൽക്കുന്നതായിട്ട് മാത്രം അനുമാനിച്ചിട്ട് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി ഇതിപ്പോൾ എൻ്റെ തലയിൽ അരങ്ങേറുന്ന ഞാനായിട്ടുണ്ടാക്കിയൊരു ഭൂകമ്പാണെന്ന് തിരിച്ചറിയാമെന്നുള്ളതാണ്. രണ്ടാമതായി നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സന്തോഷത്തെ തട്ടി നശിക്കുന്നൊരു കാര്യം, നമ്മൾ കൊച്ചു കാര്യങ്ങളുടെ പേരിൽ വെറുതെ അനാവശ്യ സ്ട്രെസ് എടുക്കുന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സ്ട്രെസ് എടുക്കുന്നത് വേണ്ട കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല, ഒരുപാട് അനാവശ്യ വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഏതൊരു സബ്ജക്റ്റാണ് നമ്മളതിന് കാരണമാക്കി എന്നുള്ളത് തിരിച്ചറിയണം കേട്ടോ. ഓക്കെ. മൂന്നാമതായിട്ട് നമ്മളെ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള. പാസ്റ്റിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ അണിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി, നടന്നതെല്ലാം നല്ലതിനും അങ്ങനെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം. അടുത്ത നമ്മളൊരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ളതാണ്. നീ നിൻ്റെ മാർക്ക് ഇവനുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഓനോൻ്റെമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ. അതുതന്നെ. പിന്നെ വേറെ നാലാമതായിട്ട് നമ്മൾ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ പറയുക, നീട്ടിവെപ്പ്. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം പഠിക്കാനുണ്ടെങ്കിൽ അത് നാളേക്ക് നീട്ടി വെച്ചാൽ അത് സന്തോഷം കഴിയും. അതിന് വേണ്ടി വേഗം അങ്ങ് ചെയ്ത് തീർത്തിയാലോ. ഹോംവർക്ക് നിങ്ങൾ കളിച്ച് പോയി ഉടനെ തന്നെ അങ്ങ് തീർത്താൽ കഴിഞ്ഞില്ലേ. നീട്ടി ഇവൻ്റെ മുടി നമ്മളൊരു A+ കൊടുക്കുകയാണ്, മനോഹരമായൊരു മുടിയാണ്. ഓക്കെ. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ കുട്ടികളെ? ശരിയായ ഉറക്കം കിട്ടാതിരിക്കലാണ്. നിങ്ങളൊന്നും ശരിയായി ഉറങ്ങുക, നിങ്ങളൊന്നും ഹാപ്പി ആയിരിക്കും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു, പറ്റൂലാന്ന് തോന്നുകയാണ് പെട്ടെന്ന് തന്നെ, എന്നിട്ട് വേഗം അത് ഉപേക്ഷിക്കാം. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക, ചെയ്യണമെന്ന് വിചാരിക്കാം, അത് നിങ്ങൾ ആദ്യം ചെയ്യാൻ പുറപ്പെട്ട് അപ്പോൾ ചെറിയൊരു പരാജയം പറ്റിയെന്നേക്കാം, അപ്പോഴൊക്കെ അത് ഉപേക്ഷിച്ചില്ല. അത് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവും അല്ലേ. അടുത്തതായിട്ട് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നെഗറ്റിവിറ്റിയുമായിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടി നിൽക്കുന്നുള്ളതാണ്. ഒരുപാട് നെഗറ്റീവ് ഫ്രണ്ട്സ്, എല്ലാ കാര്യത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുക, ഇതുപോലുള്ള നെഗറ്റിവിറ്റി ഫോക്കസ്ഡായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മൾ ഹാപ്പിനെസ് കഴിയുന്ന ഒരു സമയമാണ്.